DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ എൻ സുബ്രഹ്മണ്യനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്തത് ഏത് കേസിന്റെ പേരിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയാവണം. VS രഞ്ജിത്തുണ്ട് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗത്തെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവീൺകുമാറും എത്തിയിരിക്കുന്നു. സുജിയ, കോഴിക്കോട് നിർമ്മല ആശുപത്രിയിലാണ് ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനുള്ളത്. അദ്ദേഹത്തിന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോഴാണ് അടുത്തുള്ള നിർമ്മല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുണ്ട്. പ്രവീൺകുമാർ, എങ്ങനെയാണ് ഈ കേസ് ഇത്തരം ഒരു കേസ് മനസ്സിലാവാത്തത്? ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചത് പോകുന്നത് ബെയിലബിൾ ഒഫൻസ് ആണ്. ഇനി കേസെടുത്ത നടപടിയെ തെറ്റ്. കേസെടുത്തതിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഇത് 25-ാം തീയതിയാണ് എൻ സുബ്രഹ്മണ്യൻ ഈ പറയുന്ന പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ചെയ്തത്. ഇതേ സാധനം 29-ാം തീയതി നവംബർ 19-ാം തീയതി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് നവംബർ 29-ാം തീയതി അതിനെതിരെ പോലീസ് ചെറുവിരൽ അനക്കിയിട്ടില്ല. അതേ കാര്യത്തിന് അതേ ചെയ്ത കുറ്റത്തിന് മെനിഞ്ഞാന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ സുബ്രഹ്മണ്യനിൽ കേസെടുക്കുന്നു. ഇന്ന് പോയി അകാരണം അറസ്റ്റ് ചെയ്യുന്നു. രാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കണം. ബെയിലബിൾ ഒഫൻസായ ഒരു കേസിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ ഒരു ഈ നാട്ടിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തനമാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ സമിതി അംഗമാണ്. ഇനി സുബ്രഹ്മണ്യൻ ലഭിച്ചെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞാനിപ്പോൾ CCയോട് ചോദിച്ചത് അദ്ദേഹത്തെ ഹാജരായി മൊഴിയെടുത്തേണ്ട കാര്യത്തിന് വീട് വളഞ്ഞ് രാവിലെ പോയി അറസ്റ്റ് ചെയ്യുന്നതോടെ എന്തിനാണ്? ഇതെന്തൊരു തോന്നിവാസമാണ്.